നമസ്കാരം. ധനുഷ് പി എസ് ഡിക്ഷന്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങൾ, കേരള PSC പരീക്ഷ എഴുതുന്ന, LGS എക്സാം, റിലേഷണൽ അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകൾ എഴുതുന്ന തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ആവർത്തന ചോദ്യങ്ങൾ. വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യനും ആൻസേഴ്സും വളരെ വേഗം പഠിച്ചു പോവാം. ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് പഠിക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ 2019 62/2019 ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ആൻസർ അഡ്മിറൽ വാൻറ്റ്യൂഡ്. അഡ്മിറൽ വാൻറ്റ്യൂഡ്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം ഏതാണ്? കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം ഏതാണ്? കീഴിയൂർ ബോംബാക്രമണം. കീഴിയൂർ ബോംബാക്രമണമാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം. ജസീയ എന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി. ജസീയ എന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി ആരാണ്? ആൻസർ അക്ബർ. ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ്. ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് ഹോമി ജെ ഭാഭ. ഹോമി ജെ ഭാഭ. കോണ്ടിനെന്റൽ സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോണ്ടിനെന്റൽ സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ അമേരിക്കൻ വിപ്ലവം. കോണ്ടിനെന്റൽ സമ്മേളനം അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില ഏതാണ്? ആഗ്നേയശില. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില ആഗ്നേയശിലയാണ്. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം അല്ലെ കാറ്റ് ഏതാണ്? ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഓർ കാറ്റ് ഏതാണ്? ആൻസർ ഹാർമാറ്റൻ. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഹാർമാറ്റൻ ആകുന്നു. GPS എന്ന ഗതിനിർണയ ഉപഗ്രഹ സംവിധാനം കൊണ്ടുവന്ന രാജ്യം. GPS എന്ന ഗതിനിർണയ ഉപഗ്രഹ സംവിധാനം കൊണ്ടുവന്ന രാജ്യം ഏതാണ്? USA. USA. ധാരാതലീയ ഭൂപടത്തിൽ ഉയരം സൂചിപ്പിക്കുന്ന അടയാളം ഏതാണ്? ധാരാതലീയ ഭൂപടത്തിൽ ഉയരം സൂചിപ്പിക്കുന്ന അടയാളം ഏതാണ്? കോണ്ടൂർ രേഖ. കോണ്ടൂർ രേഖയാണ് ധാരാതലീയ ഭൂപടത്തിൽ ഉയരം സൂചിപ്പിക്കുന്ന അടയാളം. ആഗോളതാപനവുമായി ബന്ധപ്പെട്ട വാതകം ഏതാണ്? ആഗോളതാപനവുമായി ബന്ധപ്പെട്ട വാതകം ഏതാണ്? ഓപ്ഷൻ ഓക്സിജൻ, കാർബൺ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയാണ്. ഇതിലൊന്നും തന്നെ ഇല്ല. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആഗോളതാപനവുമായി ബന്ധപ്പെട്ട ഒരു വാതകം. കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഒക്കെയാണ് ആഗോളതാപനവുമായി ബന്ധപ്പെട്ട വാതകങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, കോറമാണ്ടൽ തീരം ഇന്ത്യയിലെ ഏത് നദീതീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോറമാണ്ടൽ തീരം ഇന്ത്യയിലെ ഏത് നദീതീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ കിഴക്കൻ തീരമേഖല. കിഴക്കൻ തീരമേഖലയാണ് കോറമാണ്ടൽ തീരം ആയി ബന്ധപ്പെട്ടിട്ടുള്ളത്. വിവരാവകാശ നിയമം നിലവിൽ വരാൻ സഹായിച്ച പ്രവർത്തിച്ച സംഘടന ഏതാണ്? വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന ഏതാണ്? കിസാൻ മസ്ദൂർ സംഘടൻ. കിസാൻ മസ്ദൂർ സംഘടൻ. വിവരാവകാശ നിയമം നിലവിൽ വരാൻ സഹായിച്ച സംഘടന ഏതാണ്? കിസാൻ മസ്ദൂർ സംഘടൻ. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സേവനാവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് എന്നാണ്? സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സേവനാവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് എന്നാണ്? ആൻസർ നവംബർ 1, 2012. നവംബർ 1, 2012. ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം ശരൺ നേഗി. ദേശീയ മനുഷ്യാവകാശ ദിനം. ദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. GST നിലവിൽ വന്നത് എപ്പോഴാണ്? ജൂലൈ 1. 2017 ജൂലൈ 1. ഇന്ത്യയിൽ
പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആരാണ്? ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള സംവിധാനം ഏതാണ്? ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള സംവിധാനം ഏതാണ്? ആൻസർ നീതി ആയോഗ്. ദേശീയ വരുമാനം എത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ വരുമാനം എത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ 3 മേഖലകൾ ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ ഡി. സാർസ് രോഗം ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്നതാണ്? ശ്വാസകോശം. ശ്വാസകോശം. എലിയുടെ ശരീരത്തിലെ ക്രോമസോമുകൾ എത്ര എണ്ണം? ആൻസർ 42. മണ്ണില കൃഷി എന്നറിയപ്പെടുന്ന നൂതന കൃഷി രീതി ഏതാണ്? മണ്ണില കൃഷി എന്നറിയപ്പെടുന്ന നൂതന കൃഷി രീതി ഏതാണ്? ഹൈഡ്രോപോണിക്സ്. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യശരീര അവയവം ഏതാണ്? പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യശരീര അവയവം, വീണ്ടും ഉണ്ടാകാൻ കഴിവുള്ള മനുഷ്യശരീര അവയവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കരൾ. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ആൻസർ തമിഴ്നാട്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണം ഏതാണ്? സോഡിയം ക്ലോറൈഡ്. ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണ്? ഓപ്ഷൻ വെള്ളി, ഈയം, ബിസ്മത്ത്, സ്വർണം എന്നിവയുണ്ട്. ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണ്? ആൻസർ ബിസ്മത്ത്. കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹം ഏതാണ്? ആൻസർ സോഡിയം. ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ മധുരം ഏതാണ്? ആൻസർ സക്കറിൻ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ആൻസർ റുദർഫോർഡ്. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്? ആൻസർ പ്രിന്റർ. കമ്പ്യൂട്ടറിന്റെ തലച്ചോർ എന്നറിയപ്പെടുന്നത് ആരാണ്? CPU. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആൻസർ ചാൾസ് ബാബേജ്. താഴെ പറയുന്നവയിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത് ആരാണ്? ലിനക്സ്. ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തു നിന്നാണ്? ആൻസർ ഓപ്ഷൻ സി, ബ്രിട്ടൻ. ബ്രിട്ടൻ. അടുത്തത്, ഭരണഘടനയിലെ മൗലിക ചുമതലകൾ എന്നത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൗലിക ചുമതലകൾ. ആൻസർ ആർട്ടിക്കിൾ 51A. ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് 32ാം വകുപ്പിനെ വിശേഷിപ്പിച്ചത് ആരാണ്? BR അംബേദ്കർ. സ്വത്തവകാശ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44ാം ഭരണഘടനാ ഭേദഗതി. പ്രത്യേക ഭരണഘടനാ പദവി നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജമ്മു കാശ്മീർ. ICC 2019 ലോകകപ്പ് നടന്നത് ഇവിടെ വെച്ചാണ്? ആൻസർ ഇംഗ്ലണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ കമന്റ് ചെയ്യട്ടെ, അപ്ഡേറ്റ് ചെയ്യണം. റിസർവ് ബാങ്ക് ഓഫ് ഗവർണർ ജനറൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഗവർണർ ജനറൽ 26th ആളാണ് ഇപ്പോൾ ഉള്ളത്. ആരാണത്? സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്ര 26th. ശക്തികാൾ 25th ആയിരുന്നു അല്ലെ? സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് നമുക്ക് അറിയാമെന്ന് വിചാരിക്കും. സഞ്ജയ് മൽഹോത്ര. കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യണം. കറണ്ട് അഫയേഴ്സിന്റെ ചാനൽ കൊടുത്തിട്ടുണ്ട്, നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം എപ്പോഴും. സഞ്ജയ് മൽഹോത്രയാണ് 26th ആള്.
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്ര. അടുത്ത ക്വസ്റ്റ്യൻ, നിപ്പ വൈറസ് കേരളത്തിൽ ആദ്യമായി കാണപ്പെട്ട ജില്ല. നിപ്പ വൈറസ് കേരളത്തിൽ ആദ്യമായി കാണപ്പെട്ട ജില്ല ഏതാണ്? ആൻസർ കോഴിക്കോട് ജില്ല. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തി. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തി ആരാണ്? കെ എം മാണി. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം ഇവിടെ ഏതാണ്? കൂടിയാട്ടം. വനറ അവാർഡിൻ്റെതും അപ്ഡേറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇറാനി ട്രോഫി ഏത് കളിയെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഇറാനി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇറാനി ട്രോഫി ഏത് കളിയുമായി? ഇറാനി. ആൻസർ ക്രിക്കറ്റ്. ഇറാനി ക്രിക്കറ്റ്. ഇറാനി ക്രിക്കറ്റ്. ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച ആദ്യത്തെ വനിത ഏതാണ്? ഷൈനി വിൽസൺ. മലയാള സിനിമയുടെ പിതാവ് ആരാണ്? ജെസി ഡാനിയേൽ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം? നീരജ് ചോപ്ര. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2019. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. നെക്സ്റ്റ്, കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ എത്രാമത്തെ നിയമസഭയാണ്? 21 നിലവിൽ വന്നത്. 21. 15 അത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആൻസർ EO-04. അടുത്ത ക്വസ്റ്റ്യൻ 7ാമത്തെ നോക്കിക്കോളൂ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ആൻസർ താലോലം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വേഗം പോവാം. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ല. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? നൂൽപ്പുഴ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരമഹാസമതലം. തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികൾ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. ലൂണി. നർമ്മദ, മഹാനദി, കാവേരി എന്നിവ ഉപദ്വീപീയ നദികളിൽ പെടുന്നവയാണ്. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ്? പരുത്തി കൃഷി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രാം ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. ഇന്ത്യയിൽ ഭൗമതാപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ്? മണിക്കരൺ. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ശ്രീനഗർ, കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? സോജില ചുരം. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ്? ഖാരിഫ് വിളകൾ. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏതാണ്? NW2. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 1946 ഡിസംബർ 9. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായി തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1, 2, 3 ശരിയാണ്. 1, 2, 3 ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി. 1, 2, 3 ശരിയാണ്. 21A കുറിച്ചാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 21A
വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവും ആയി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് അത്യാവശ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നൊബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17-കാരി ആരാണ്? ആൻസർ മലാല യൂസഫ്സായ്. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഭാഗം എയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതെന്ന് കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ആരെയാണെന്നുള്ളത് അല്ലെ, തെങ്ങ് കേരളത്തിൽ നമുക്കറിയാം. കേരളം. ഇതില്ല ആൻസറിൽ. ഓക്കെ, നെക്സ്റ്റ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ആനന്ദ മഠം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ്? അയിത്ത് നിർമാർജനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിക്കപ്പെട്ട ആദ്യ മലയാളി KG ബാലകൃഷ്ണൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 2005. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം തൃശൂർ. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ്? മലബാർ മേഖല. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണ്? പയ്യന്നൂർ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ്? ആൻസർ മന്നത്ത് പത്മനാഭൻ. മേൽമുണ്ട് സമരം എന്ന് വിശേഷിക്കപ്പെടുന്ന സാമൂഹ്യ സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്ന് ഏതായിരുന്നു? മേൽമുണ്ട് സമരത്തിന്റെ ആൻസർ ചാനാർ ലഹള. ആയിരത്തി 1912 ആരംഭിച്ച കുറിച്യ കലാപ നേതാവ്? രാമ നമ്പി. കേരളത്തിലെ ആകെ എത്ര ഗ്രാമപഞ്ചായത്തുകളുണ്ട്? 941. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? കബനി. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ചിന്നാർ. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം? ആനമല നിരകളുടെ പോത്തന്നൂരിനടുത്ത്. അടുത്തത്, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം? അഞ്ജു ബോബി ജോർജ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം? ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ശാസ്താംകോട്ട കായൽ. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? 1956 നവംബർ 1. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്?
ആൻസർ ബാലഗംഗാധര തിലകൻ. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് സത്യാഗ്രഹത്തിലാണ്. അഹമ്മദാബാദ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? റാഷ് ബിഹാരി ബോസ്. തേഭാഗ സമരം നടന്നത് എവിടെയാണ്? ബംഗാൾ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം സംവാദ് കൗമുദി. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. അടുത്തത്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനൊപ്പം പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരാണ്? VP മേനോൻ. ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. മനുഷ്യരിടത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരൾ. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ടെറ്റനി. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റമിൻ കെ. പുകവലി മൂലം ശ്വാസകോശത്തിലുണ്ടാകുന്ന രോഗം ഏതാണ്? എംഫീസിമ. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏതാണ്? മൃതസഞ്ജീവിനി. തെങ്ങിന്റെ സങ്കരയിനം അല്ലാത്തത് ഇവിടെ ഏതാണ്? അക്ഷയ. ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര ഇവയെല്ലാം തെങ്ങിന്റെ സങ്കരയിനങ്ങളാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്. ഭക്ഷ്യശൃംഖലയിൽ പ്രാഥമിക ഉപഭോക്താക്കൾ ഡാഷാണ്. ആൻസർ സസ്യഭുക്കുകളാണ്. പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയുമ്പോൾ ആദ്യമായി കഴിക്കുന്നവർ അല്ലെ. അതില് ഭക്ഷ്യശൃംഖല എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിൻ വരുന്നത് ഉൽപാദകർ, ഉപഭോക്താക്കൾ, അത് കഴിഞ്ഞ് വിഘാടകർ. ഉൽപാദകർ എന്ന് പറയുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർ. അതെപ്പോഴും പ്രകൃതിയിലെ ആരാണ്? സസ്യങ്ങൾ. പ്രത്യേകിച്ചും ഹരിത സസ്യങ്ങളാണ് ഉൽപാദകരായി വരിക. ഉപഭോക്താക്കൾ എന്ന് പറയുമ്പോൾ ഈ ഉൽപാദകരെ ആഹാരമാക്കുന്നവരെല്ലാം എന്താണ്? ഉൽപാദകരുടെ ആഹാരമാക്കുന്നവരൊക്കെ ഉപഭോക്താക്കളാണ്. അത് പ്രഥമയുണ്ട്, ദ്വിതീയമുണ്ട്, തൃതീയമുണ്ട്. അപ്പോ സസ്യങ്ങളാണ് എപ്പോഴും എന്ത്? ഉൽപാദകരായി വരിക. സസ്യങ്ങളെ ആഹാരമാക്കുന്നവരെന്താണ്? സസ്യഭോജികളാണ്, സസ്യഭുക്കുകളാണ്. നമുക്കിവിടെ സസ്യഭുക്കുകള്, മാംസഭുക്കുകള്, മിശ്രഭോജികൾ അങ്ങനെയുണ്ട്. സസ്യങ്ങളെ ആഹാരമാക്കുന്നവരെല്ലാം എന്താണ്? സസ്യഭുക്കാണ്. അവരായിരിക്കും ആദ്യത്തെ പ്രാഥമിക അല്ലെങ്കിൽ പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. അവരെ സസ്യഭുക്കളെ ആഹാരമാക്കുന്നവർ എന്താണ്? ഉപഭോക്താക്കൾ തന്നെയാണ്. അവര് ദ്വിതീയ ഉപഭോക്താക്കളാണ്. അത് മാംസഭുക്കുകളാവാം, സസ്യഭുക്കൾ വേറെയും ആവാം. തൃതീയവുമുണ്ട്. ഇവരെ വീണ്ടും കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഉൽപാദകർ എന്ന് പറയുന്ന സസ്യങ്ങളെ ആഹാരമാക്കുന്നവരെല്ലാം എന്താണ്? ഉപഭോക്താക്കളാണ്. സസ്യങ്ങളെ കഴിക്കുന്നവരൊക്കെ എന്താണ്? സസ്യഭുക്കളത് ഒന്നാമത്തെ ഉപഭോക്താക്കളെ വരും. അവരെ കഴിക്കുന്ന രണ്ടാമത്തെ ഉപഭോക്താക്കൾ ദ്വിതീയമാണ്, തൃതീയവുമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഉപഭോക്താക്കൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ, അത് എല്ലാവരും കഴിച്ച് കുറച്ച് കുറഞ്ഞു കഴിയുമ്പോൾ മരിക്കുന്നു അല്ലെ. അത് കഴിയുമ്പോൾ ശരീരം ജീർണിപ്പിക്കുന്നവരാണ് എന്ത്? വിഘാടകർ എന്ന് പറയാം. മരിച്ചു കഴിയുമ്പോൾ, ചത്തു കഴിയുമ്പോൾ ചെടിയായാലും സസ്യങ്ങളായാലും ജന്തുക്കളായാലും ഉൽപാദക ഉപഭോക്താക്കളും ഒക്കെ തന്നെ ചത്ത് കഴിയുമ്പോൾ അതിനെ വിഘടിപ്പിക്കുന്നവരാണ്. ബാക്ടീരിയയും ഫംഗസുകളും ഒക്കെയാണ് വിഘാടകർ എന്ന് പറയുന്നത്.
ഉൽപാദകരിൽ ഉപഭോക്താക്കളിൽ നിന്നും വിഘാടകരിൽ നിന്നുമുള്ള 3 മെയിൻ കാര്യങ്ങളാണ് ഭക്ഷ്യശൃംഖലയിൽ ഉണ്ടാവുക. ഉൽപാദക ഭക്ഷണം ഉണ്ടാക്കുന്നവര്, ആഹാരം പാകം ചെയ്യുന്നവര് സസ്യങ്ങളാണ്. ഇലയിൽ വെച്ച് ആഹാരം പാകം ചെയ്യുന്നു. അതിനെ കഴിക്കുന്നവരെല്ലാം ഉപഭോക്താക്കളാണ്. അപ്പോൾ ആദ്യവും ദ്വിതീയവും തൃതീയവും ഉണ്ട് അല്ലെ. സസ്യഭുക്കുകളും മാംസ്യഭുക്കുകളും മിശ്രഭോജികളുമുണ്ട്. സസ്യഭുക്ക് എന്ന് പറയുമ്പോൾ സസ്യങ്ങളെ കഴിക്കുന്നവർ സസ്യഭുക്കളെന്നും, മാംസഭുക്ക് എന്ന് പറയുമ്പോൾ മറ്റു ജീവികൾ ആഹാരമാക്കുന്നവരെല്ലാം എന്താണ്? മാംസഭുക്കളാണ്. മിശ്രം എന്ന് പറയുമ്പോൾ സസ്യങ്ങളെയും കഴിക്കാറുണ്ട് അവര്, മാംസ്യം മറ്റു ജീവികളെയും കഴിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മെയ് 22. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? അപ്പിക്കോ പ്രസ്ഥാനം. കർണാടകത്തിലെ അപ്പിക്കോ പ്രസ്ഥാനം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാറ്റോമികം? ഹീലിയം. ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാം? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. അസിറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? നൈട്രജൻ. അസിറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ നൈട്രജൻ പ്രവർത്തിച്ചിട്ട് നൈട്രജൻ ഉണ്ടാക്കുന്നു. ചെടികൾക്ക് ശരിക്കും മണ്ണിൽ നിന്നും നൈട്രജൻ ആഗിരണം ചെയ്യാൻ സാധ്യമല്ല. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അതുവഴി മഴവെള്ളത്തിൽ കൂടെ വരുന്ന വെള്ളം അതിലേക്ക് ഒലിച്ചിറങ്ങിയിട്ട് അസിറ്റോബാക്ടർ ബാക്ടീരിയക്ക് ഇവിടെ കാണുക പയർ ചെടികൾ പോലുള്ള ചെടികളുടെ വേർമുഴയിലാണ് ഈ ബാക്ടീരിയകൾ കാണപ്പെടുക. അസിറ്റോബാക്ടർ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ റൈസോബിയം ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. പയർ ചെടികളുടെയൊക്കെ വേർമുഴയിലാണ് ഇത് താമസിക്കുക. അവരാണ് എന്ത് ചെയ്യുക? അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന നൈട്രജന് മണ്ണിലേക്ക് ഉറപ്പിച്ചു നിർത്തുന്നത്. ഓക്കെ, ഇതാണ് പ്രവർത്തനം. അപ്പോ അസിറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ച് നൈട്രജൻ ഉണ്ടാക്കുന്നു? നൈട്രജൻ പ്രവർത്തിക്കുന്നു. അപ്പോ ഇതുപോലുള്ള ബാക്ടീരിയ റൈസോബിയം, അസിറ്റോബാക്ടർ ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. പയർ ചെടികളുടെ വേർമുഴയിൽ നമ്മൾ പയറൊക്കെ പറിച്ചു നോക്കിയാൽ ആ വേരിങ്ങനെ ചില ഭാഗം വീർത്തിരിക്കുന്നത് കാണാം. ആ വേർമുഴയിലാണ് ഇവർ താമസിക്കുക. അസിറ്റോബാക്ടർ അല്ലെങ്കിൽ റൈസോബിയം പോലുള്ള ബാക്ടീരിയകൾ താമസിക്കുക. അടുത്തത്, നിവർത്തിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? വാതകം എപ്പോഴും ഹൈഡ്രജൻ. പാൽ കേട് കൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേര് എന്താണ്? പാസ്ചറൈസേഷൻ. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നുവെങ്കിൽ പ്രതിപതന കോണിന്റെ അളവ് എത്രയായിരിക്കും? 30 ഡിഗ്രി തന്നെയായിരിക്കും. അടുത്തത്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഏതാണ്? ആൻസർ യുറാനസ്. നമ്മുടെ LGS സിലബസിനകത്ത് ലാസ്റ്റ് അന്തരീക്ഷത്തെ കുറിച്ച് ഒരു സിലബസ് ഉണ്ട് അല്ലെ. വലിയൊരു പാറ്റേൺ വന്നേക്കാം എന്നൊരു വിചാരം. പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണ്? ആൻസർ LPG. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏതാണ്? തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ്. ആൻസർ ഊഷ്മാവ്. ഊഷ്മാവ് അളക്കുന്ന ഉപകരണമാണെന്ത്? തെർമോമീറ്റർ. ദോലനത്തിന് ഉദാഹരണം ഏതാണ്? ഊഞ്ഞാലിന്റെ ചലനം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. താങ്ക് യു. നെക്സ്റ്റ് മാത്സിന്റെ ആയിരുന്നു ക്വസ്റ്റ്യൻസ്. ഓക്കെ, വീണ്ടും കാണാം. ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ട് എത്ര മാർക്ക് കിട്ടുന്നൊക്കെ നോക്കി വെക്കണം. ഓക്കെ.